ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെയിൽവേ എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളുടെ മാത്സിലെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലേ, അതിനകത്തെ ഒരു ടോപ്പിക്കാണ് റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞ ഒരു ഏരിയ. അതിലെ നമുക്ക് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ ഓഫ് 38 into 43/7. ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, അതായത് ഒരു 38 into 43 അല്ലെ, ഈ ഒരു പ്രൊഡക്റ്റ് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ശിഷ്ടം വരും എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ആ ഒരു ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അപ്പൊ അത് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. നോക്കിയേ, ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. എങ്ങനെയാ? ഇത് നമ്മൾ അങ്ങ് ചെയ്യും, 38 into 43 നമ്മൾ ചെയ്യും. ആ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ശിഷ്ടം കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ അത് കാൽക്കുലേഷൻ കൂടുതലല്ലേ, അത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അതായത് 38നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ശിഷ്ടം വരും എന്ന് നോക്കിയേ. 38 അല്ലെ, 35 അധികം എത്ര വരും? 3 വരും. 3 ശിഷ്ടം വരുന്നത്. ഇനി 43നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 43നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 7 into 6 42. അപ്പൊ നമുക്ക് 1 വരും അല്ലെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്തേക്കുന്നത് അതിവിടെ ഇടുക. 3 into 1 അല്ലെ. അതിനെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എത്രയാണോ അതാണ് നമ്മൾ പറയേണ്ടത്. നോക്കിയപ്പോ 3 into 1 3 അല്ലെ. ആ 3നെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ശിഷ്ടം വരുമോ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇപ്പൊ 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ്? റിമൈൻഡർ 3 ആയിരുന്നു അല്ലെ. 7-നെക്കാട്ടി താഴെയാണെങ്കിൽ അത് തന്നെ വരും അല്ലെ. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ഇടുന്നു, ഇവിടെ 3. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് കരുതി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. 7 കുറവാണെങ്കിൽ ആ നമ്പർ തന്നെ ശിഷ്ടം. മനസ്സിലായോ? അപ്പൊ ഇതിനെ പ്രോഡക്റ്റ് എടുക്കാതെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 38ന്റെ ശിഷ്ടം കണ്ടുപിടിച്ചു, 43ന്റെ ശിഷ്ടം കണ്ടുപിടിച്ചു. ഇവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്തോ അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്തു അല്ലെ. 3 into 1 എന്നിട്ട് വീണ്ടും 3യുടെ റിമൈൻഡർ കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതെങ്ങനെ ചെയ്യും? പ്ലസ് 25 + 30/4. എന്ത് ചെയ്യണം? 25ഉം 4ന്റെയും ശിഷ്ടം കണ്ടുപിടിക്കുക അല്ലെ. 4 into 6 24. അപ്പൊ ശിഷ്ടം 1 വരും. ഇനി പ്ലസ് ഇവിടെ ആണെങ്കിലോ 7 into 4 28 അല്ലെ. റിമൈൻഡർ എത്ര വരും? 2 വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നടുക്ക് പ്ലസ് ആയതുകൊണ്ട് 1 + 2 അല്ലെ. 1 + 2/4. അതായത് 3/4ന്റെ റിമൈൻഡർ. 3യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം കണ്ടുപിടിക്കുക അല്ലെ. എത്ര വരും? 3 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം ഇതേപോലെ അങ്ങനെ മനസ്സിലാക്കുക. നമ്മളിപ്പോ ഇതിൽ പ്ലസ് ചെയ്തിട്ട് നമ്മൾ 4 കൊണ്ട് ചെയ്താലും ഇതേ ആൻസർ ആക്കുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അടുത്ത ചോദ്യം നോക്കിയേ, നമ്മളുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിക്കുമ്പോൾ 19 എന്ന ശിഷ്ടം അവശേഷിക്കുന്നു. അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം ലഭിക്കും? മനസ്സിലായോ? എ നമ്പർ when divided by 119 leaves a remainder 19. What remainder would it obtained by dividing the same number by 17? ക്ലിയർ ആണോ? അതിന് മുന്നേ ജസ്റ്റ് ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇപ്പൊ നമ്മൾ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഒന്ന് ചെയ്ത് 2 into 3 അല്ലെ, 6 ശിഷ്ടം വന്നു. അതായത് നമുക്ക് ഉത്തരമായിട്ട് 3 കിട്ടി, ശിഷ്ടമായിട്ട് 1 വന്നു അല്ലെ. ഇനി നമുക്ക് ഈ പറയുന്ന ഉത്തരം ഈ ഡിവൈഡ് ചെയ്തത് അതേപോലെ ശിഷ്ടം ഇതൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു 7നെ എഴുതാൻ പറ്റുമോ? എങ്ങനെ എഴുതുന്നത്? 2 into 3 അല്ലെ. 2 into 3 പ്ലസ് ഈ ശിഷ്ടം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 7 കിട്ടുന്നത്. ക്ലിയർ ആണോ? ഈ 2നെ നമുക്ക് കിട്ടിയ ഉത്തരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 7 കിട്ടും. ക്ലിയർ അല്ലേ? അതായത് ഇപ്പൊ ഒരു സംഖ്യയെ നമ്മളൊരു ഡി എന്ന് പറഞ്ഞൊരു ഡിവൈസർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമുക്കിപ്പോ ക്യൂ ആൻസർ ആയിട്ട് നമുക്ക് ക്യൂ കിട്ടി, റിമൈൻഡർ ആയിട്ട് നമുക്ക് 6 കിട്ടി. എങ്കിൽ നമ്മൾ ഈ എന്നിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡി into ക്യൂ പ്ലസ് 6 അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നോക്കിയേ, ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിക്കുമ്പോൾ, ഏതോ ഒരു സംഖ്യ അല്ലെ, അത് നമുക്ക് അറിയത്തില്ല, 119 കൊണ്ട് ഹരിക്കുമ്പോൾ 19 ശിഷ്ടമായിട്ട് അവശേഷിക്കുന്നു അല്ലെ. 19 റിമൈൻഡർ ആയിട്ട് വരുന്നത് അല്ലെ. എന്തോ ഒരു ഉത്തരവും കിട്ടിയതിനെ നമ്മൾ ജസ്റ്റ് ഞാൻ ക്യൂ എന്ന് പറയുന്നു. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞൊരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കാം. എങ്കിൽ അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ, ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു സംഖ്യയെ 119 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 19 നമുക്ക് ശിഷ്ടം വന്നു. എങ്കിൽ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ 119 ക്യൂ into ക്യൂ അല്ലെ പ്ലസ് 19. ഇതാണ് നമ്മുടെ നമ്പർ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഈ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് ഈ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ശിഷ്ടം വരും? ക്ലിയർ അല്ലേ?
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ഇതിനെ ചെയ്യാം അല്ലെ, ഇതിനെ ഡിവൈഡ് ചെയ്ത് ശിഷ്ടം കണ്ടുപിടിക്കാം, ഇതിനെ ഡിവൈഡ് ചെയ്ത് ശിഷ്ടം കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇത് 17 ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. നോക്കിയേ, 17 × 7 അല്ലേ 119 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന്റെ അർത്ഥം ഈ 17നെ ഈ 119 × Q, ആ Q നമുക്ക് അറിയത്തില്ല, എന്നിരുന്നാൽ പോലും ഇതിനെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര? 0 വരുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ചെയ്താൽ മതി. 19നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് ശിഷ്ടം എത്ര വരും? 2 എന്ന് വരും അല്ലെ, 2. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താ ആൻസർ വരുന്നത്? റിമൈൻഡർ 2 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ ഞാൻ എഴുതിയതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ എഴുതി വന്നാൽ നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഇത് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോയി റിമൈൻഡർ 0 ആയിരിക്കും. അതായത് നമുക്ക് ചെയ്യേണ്ടി വന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ 19നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് റിമൈൻഡർ വന്നു? അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിക്കുമ്പോൾ 19 എന്ന് ശിഷ്ടം അവശേഷിക്കുന്നു. അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്ന ആ ഒരു ശിഷ്ടം ഉണ്ടല്ലോ, അതിനെ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ശിഷ്ടം കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? മറ്റേ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ്. നമുക്ക് ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടാൽ ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു നമ്പർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു നമ്പർ എന്തായാലും അത് ഡിവിസിബിൾ ആയിട്ടേ വരത്തുള്ളൂ. അവിടെ നമുക്ക് റിമൈൻഡർ 0 വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. എന്താ തന്നിരിക്കുന്ന ആ ശിഷ്ടം? 19നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ശിഷ്ടം കണ്ടുപിടിക്കുക. 2 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ, ഒരു സംഖ്യയെ 602 കൊണ്ട് ഹരിക്കുമ്പോൾ 36 എന്ന ശിഷ്ടം അവശേഷിക്കുന്നു. അതേ സംഖ്യയെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം ലഭിക്കും? നമുക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഈ പറയുന്ന 36നെ അല്ലെ, 36നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേ? 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഡിവൈഡ് ചെയ്ത ശിഷ്ടം കണ്ടുപിടിച്ചേ. 14 × 2 28 എത്ര വരും? 8 ശിഷ്ടം വരും അല്ലെ. സോ ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ആൻസർ പെട്ടെന്ന് കിട്ടത്തില്ലേ? നിങ്ങൾ നോക്കിയാൽ മതി. ഈ 602നെ നമ്മൾ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതും. 602നെ അല്ലെ, ഒരു നമ്പറിനെ നമ്മൾ 602 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ശിഷ്ടം 36 കിട്ടി. അതായത് 602 × ഏതോ ഒരു നമ്പർ പ്ലസ് 36, ഇതാണ് നമ്മുടെ നമ്പർ അല്ലെ. ഇതിനെ നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, ഇത് ഡിവൈഡ് ആയി പോകും. അവിടെ റിമൈൻഡർ 0 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന ഒരു റിമൈൻഡർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ശിഷ്ടം ഉണ്ടായിരിക്കും. അതിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ കണ്ടുപിടിക്കുന്നു. സോ ആൻസർ ഓപ്ഷൻ ബി 8. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്തേ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ. ഒരു സംഖ്യയെ 296 കൊണ്ട് ഹരിക്കുമ്പോൾ 75 എന്ന ശിഷ്ടം അവശേഷിക്കുന്നു. അതേ സംഖ്യയെ 37 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം ലഭിക്കും? ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് ഈ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 5 leaves 4 as remainder. What will be the remainder when the square of this number is divided by 5? ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 എന്ന ശിഷ്ടം അവശേഷിക്കുന്നു. ഈ സംഖ്യയുടെ വർഗം 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്തായിരിക്കും? ക്ലിയർ ആണോ? ഒരു സംഖ്യ n എന്ന് പറഞ്ഞ ഒരു സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു അല്ലെ, അപ്പൊ എത്ര ശിഷ്ടം വരുന്നത്? 4 എന്ന് വരുന്നു അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരു Q എന്ന് പറഞ്ഞ ആൻസർ കിട്ടും, നമുക്ക് 4 ശിഷ്ടം വരും അല്ലെ. 5Q + 4 ഈ സംഖ്യയുടെ വർഗം അല്ലെ. നേരത്തെ നമ്മൾ ആ സംഖ്യയെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പോകുമായിരുന്നു. അപ്പൊ ഇവിടെ എന്താ? ഈ സംഖ്യയുടെ വർഗം സ്ക്വയർ എടുക്കുക, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് അല്ലെ. നോക്കിയേ, അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞ ഇവിടെ ശ്രദ്ധിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് a+b² എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. a+b² ആദ്യത്തെ ടേമിലുള്ളത് അല്ലെങ്കിൽ a കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ? a+b² നമുക്ക് എങ്ങനെ എഴുതാം? a² + 2ab + b². ഇതിനെ നമ്മൾ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? നോക്കിയേ, ഇതിവിടെ കട്ടായി പോകും അല്ലെ. എയും ഒരു എയും കൂടെ കട്ടായി പോയി റിമൈൻഡർ നമുക്ക് 0 ആയിരിക്കും വരുന്നത്. ഇവിടെയും ഒരു എ ഉണ്ട്, അപ്പൊ അത് കട്ടായി പോകും, അവിടെ റിമൈൻഡർ 0. നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി അല്ലെ. b² a കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അതുപോലെ തന്നെയാ ഇവിടെ നമ്മൾ ഇവിടെ ഏത് പവർ ആണെങ്കിലും എല്ലാത്തിലും ഈ ആദ്യത്തെ ടേം മാത്രമുള്ളതും
രണ്ടാമത്തെ ടേം മാത്രമുള്ളതും രണ്ടെണ്ണം കാണും. ബാക്കി എല്ലാത്തിനകത്തും എയും ബിയും കാണും അല്ലെ. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു നമ്മൾ നേരത്തെ ക്വസ്റ്റിന് പറഞ്ഞ എങ്ങനെയാ, എന്ത് റിമൈൻഡർ തരുന്നു ആ റിമൈൻഡറിനെ ആ അടുത്ത സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ശിഷ്ടം കണ്ടുപിടിക്കുന്നു അല്ലെ. പക്ഷെ ഇവിടെ ആ സംഖ്യ അല്ല, ആ സംഖ്യയുടെ സ്ക്വയർ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ റിമൈൻഡറിന്റെയും സ്ക്വയർ നിങ്ങൾ എടുക്കുക. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 5q ദ ഹോൾ സ്ക്വയർ ഉണ്ട്, പിന്നെ 2 × 5q എന്ന് പറയാം. അപ്പൊ അതെല്ലാം 5 വെച്ച് കട്ടായി പോകും. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, 4 സ്ക്വയർ. അതായത് 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ശിഷ്ടം വരുമെന്ന് നോക്കുക. ക്ലിയർ അല്ലേ? 5 × 3 15. ശിഷ്ടം നമുക്ക് എന്ത് വരും, 1 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞതുപോലെ ആ റിമൈൻഡറിനെ ആ പറയുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ ആ സംഖ്യയ്ക്ക് ഒരു സ്ക്വയർ ഓഫ് ദിസ് നമ്പർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാൻ പറഞ്ഞു, ആ ഒരു ഓപ്പറേഷൻ ഈ നമ്പറിൽ ചെയ്യുക, ശിഷ്ടം കണ്ടുപിടിക്കുക. സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ എടുക്കുന്നു. ഇനി ക്യൂബ് എടുക്കാൻ പറഞ്ഞാണെങ്കിൽ നമ്മൾ 4 ക്യൂബിനെ എന്ത് ചെയ്യുന്നു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണ്? എന്താണോ അവർ പറയുന്നത് അത് നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞത് സ്ക്വയർ എടുക്കാനാണ്, ദാറ്റ് ഈസ് 4 സ്ക്വയർ. അതായത് 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ശിഷ്ടം എന്ത് വരും, 1 എന്ന് വരും അല്ലെ. ഓപ്ഷൻ സി 1. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. A number when divided by 5 leaves 3 as remainder. What will be the remainder when square of this number is divided by 5? ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 എന്ന ശിഷ്ടം വരുന്നു. ഈ സംഖ്യയുടെ വർഗത്തെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ശിഷ്ടത്തിന്റെ വർഗം എടുത്തു. അതിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ക്ലിയർ അല്ലേ? 9നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണോ ശിഷ്ടം വരുന്നത് അതാണ് ആൻസർ അല്ലെ. അപ്പൊ എത്ര ശിഷ്ടം വരും, 4 എന്ന് വരും. ഓപ്ഷൻ എ 4. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. എ നമ്പർ എക്സ് വെൻ ഡിവൈഡഡ് ബൈ 9 leaves 4 as remainder. What will be the remainder when 12x is divided by 9? നോക്കിയേ, എക്സ് എന്ന സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ബാക്കി വരും അല്ലെ. എങ്കിൽ 12xനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്തായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പൊ എന്താണ്, എക്സ് എന്ന സംഖ്യയെ ഹരിക്കുമ്പോൾ 4 ശിഷ്ടം വരും അല്ലെ. ഇനി 12xനെ, അതായത് ആ സംഖ്യയുടെ 12 ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ശിഷ്ടത്തിന്റെ 12 ഇരട്ടി എടുക്കുക. സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ എടുത്തു, ക്യൂബ് ആണെങ്കിൽ ക്യൂബ് എടുക്കുന്നു. 12 ടൈംസ് എടുക്കാൻ പറഞ്ഞാൽ അല്ലെ 12 ഇരട്ടി 12xനെ എന്നാ പറഞ്ഞത്. അപ്പൊ 12 × 4നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും എന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? സോ 12 × 4 48. 48നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര വരും, ശിഷ്ടം 3 എന്ന് വരും. ഓപ്ഷൻ ബി 3. ക്ലിയർ അല്ലേ? ഇന്ന് പഠിപ്പിച്ച ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻസ്, ആ ഒരു ടൈപ്പ് നന്നായിട്ട് മനസ്സിലാക്കി അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഉടനെ വരാറേ. നമ്മുടെ NTPCയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇതിന്റെ ഡേറ്റും ഇപ്പം വരും. അപ്പൊ ഈ ഒരു നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസും വീക്ക്ലി എക്സാംസും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളും അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.